ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ആയില്ല ലെങ്തി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കക്ക റോസ്റ്റ് അല്ലെങ്കിൽ കക്ക ഫ്രൈ എന്നൊക്കെ പറയും കേട്ടോ, അങ്ങനത്തെ രീതിക്കുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ കൂടെ കൊടുക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കക്കിറച്ചി നന്നായി ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ കാണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. പിന്നെ നമ്മൾ ഈ കക്കിറച്ചി ക്ലീൻ ആക്കുന്ന ടൈമിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ അരിക്കലൊക്കെ നന്നായിട്ട് ചളി അഴുക്കൊക്കെ ഉണ്ടാകും. അതൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക, ഇല്ലെങ്കിൽ ചിലവർക്ക് വയറുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല, ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ടാണ് കേട്ടോ. നമ്മൾ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്, ഒരു ഫ്രൈ പോലത്തെ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഏറാനായിട്ട് പാടില്ല, ഇതിലെ വെള്ളം നമുക്ക് മൊത്തം വറ്റിക്കിട്ടണം. ആ ഒരു രീതിക്ക് വേണം വെള്ളം ഒഴിച്ചെടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിൽ പോവും. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വേവിക്കുകയെന്ന് വെച്ചാൽ നല്ലോണം വേവിച്ചെടുക്കരുത്. നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടെ വേവുമല്ലോ. അപ്പോൾ ഒരു പകുതി വേവ് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ബാക്കിയുള്ള വേവ് നമ്മൾ ഫ്രൈ ആക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ തക്കാളി, അതുമാതിരി ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില കേട്ടോ. കറിവേപ്പില ഞാൻ ഇതിലെടുത്തിട്ടില്ല. ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് പോയി, അതാണ് കേട്ടോ ക്ലിയർ ആയിട്ട് കാണാത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലേക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാലപ്പൊടികൾ വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ജീരകപ്പൊടി. പിന്നെ നമ്മൾ ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കുക. കുറവാണോ കൂടുതലാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ കക്കിറച്ചി വേവിക്കുന്ന ടൈമിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അതെന്തായാലും ചേർക്കണം, എന്നാലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എന്നാലേ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള, തക്കാളി ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കക്കിറച്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ കക്കിറച്ചി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ കക്കിറച്ചി വേവിക്കുന്ന ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ എടുക്കുക കേട്ടോ. നന്നായിട്ട് മൊരിച്ചെടുക്കരുത്, ഒരു പാകത്തിനനുസരിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കക്ക ഫ്രൈ അല്ലെങ്കിൽ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ കൂടെ കൊടുക്കണേ, എന്നാലും ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.